ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. മുടിക്ക് ഉള്ളു കുറവാണ്, എന്ത് ചെയ്തിട്ടും മുടിക്ക് ഉള്ളു വയ്ക്കുന്നില്ല എന്നൊക്കെ ഒരുപാട് പേര് കമൻറ്റ് ചെയ്യാറുണ്ട്. മുടിയിൽ കെമിക്കൽ ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്തിട്ടും മുടി കൊഴിഞ്ഞിട്ടും ഒക്കെ മുടിയുടെ ഉള്ളു കുറഞ്ഞു പോവുകയും പിന്നീട് പുതിയ മുടി വരാതിരിക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതലായിട്ടും ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നത്. അല്ലാതെ ജന്മന മുടിക്ക് ഉള്ളു കുറവുള്ളവരും ഉണ്ടാവും. അങ്ങനെയുള്ളവർക്കും ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഹെയർ സിറം ആണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. പുതിയ മുടിയൊക്കെ വളർന്നു വരാനും മുടി കൊഴിച്ചിൽ മാറാനും ഒക്കെ സഹായിക്കുന്ന ഒരു ഹെയർ സിറം ആണ് കേട്ടോ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത്. അതും ഉള്ളി വെച്ചിട്ടാണ് ഈ ഒരു ഹെയർ സിറം ഉണ്ടാക്കുന്നത്. മുടി തീരെ വളരുന്നില്ല എന്ന് പറയുന്നവരൊക്കെ ഈ ഒരു ഹെയർ സിറം എന്തായാലും ഉണ്ടാക്കിയിട്ട് യൂസ് ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും തന്നെ കണ്ടു നോക്കാം. മുടിക്ക് ഉള്ളു വയ്ക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല, നമ്മുടെ മുടിയിൽ ഉണ്ടാകുന്ന ഒട്ടുമിക്ക പ്രശ്നങ്ങളും മാറാൻ സഹായിക്കുന്ന നല്ലൊരു സൊല്യൂഷനാണിത്. നമ്മുടെ മുടിയുടെ ഡ്രൈനെസ് മാറാനും സ്പ്ലിറ്റൻസ് മാറാനും അകാലനരയും താരനും ഒക്കെ മാറാൻ സഹായിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യം തന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു വലിയ ഉള്ളിയാണ്. ഇനി ഇത് നിങ്ങൾ കുറേ നാളത്തേക്ക് സ്റ്റോർ ചെയ്തിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 2-3 ഉള്ളിയൊക്കെ എടുക്കാം. ഇപ്പം നമ്മൾ ഒരു ഉള്ളി എടുത്ത് ഉണ്ടാക്കി കഴിഞ്ഞാലും നമുക്ക് ഒരാഴ്ച വരെയൊക്കെ യൂസ് ചെയ്യാനുള്ളത് കിട്ടും. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് വൃത്തിയാക്കിയെടുക്കാം. ഈ ഒരു ഹെയർ സിറം ഉണ്ടാക്കിയെടുക്കാൻ വളരെ കുറച്ച് സാധനങ്ങൾ മാത്രം മതി. അതുകൊണ്ട് തന്നെ ഒരുപാട് പൈസയൊന്നും ചിലവാക്കിയിട്ട് ഈ ഒരു സിറം നിങ്ങൾ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഒരുപാട് പൈസ ചിലവാക്കിയിട്ട് വേറെ സിറവും നിങ്ങൾ യൂസ് ചെയ്യേണ്ട കാര്യമില്ല. എല്ലാ റിസൾട്ടും നിങ്ങൾക്ക് ഈ ഒരു ഹെയർ സിറം യൂസ് ചെയ്യുമ്പോൾ തന്നെ കിട്ടും. മുടിക്ക് തീരെ ഉള്ളില്ലാത്തവരും നല്ലതുപോലെ മുടി കൊഴിയുന്നവരും ഒക്കെ ഉള്ളിയുടെ നീര് സ്ഥിരമായിട്ട് യൂസ് ചെയ്താൽ ഒരു 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് മുടി കൊഴിച്ചിൽ കുറയുന്നതായിട്ടും പുതിയ മുടികളൊക്കെ വളർന്നു വരുന്നതായിട്ടൊക്കെ കാണാൻ പറ്റും. അപ്പം ഞാനിവിടെ ഉള്ളിയുടെ തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ മിക്സിയിലിട്ട് അരച്ചെടുത്താലും മതി. അപ്പം ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മിക്സിയിൽ അരച്ചെടുക്കുകയാണ്. പിന്നെ അരച്ചെടുക്കുമ്പോൾ വെള്ളം ചേർക്കരുത്, നമുക്ക് ഈ ഒരു ഉള്ളിയുടെ നീര് മാത്രമായിട്ട് എടുക്കണം. അപ്പോൾ ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് അത് പിഴിഞ്ഞെടുത്താൽ മതി. ഇപ്പം ഞാൻ മിക്സിയിൽ അരച്ചിട്ട് ആ ഒരു ജ്യൂസ് മാത്രമായിട്ട് അരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഉള്ളിയിൽ ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങളുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു ഉള്ളിനീര് നമ്മൾ യൂസ് ചെയ്യാൻ തുടങ്ങുന്നത് മുതൽ തന്നെ നമ്മുടെ താരനൊക്കെ പൂർണ്ണമായിട്ടും മാറിക്കിട്ടും. അപ്പോൾ അരച്ചെടുത്തിട്ടുള്ള ഉള്ളി ഞാൻ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ജ്യൂസാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിലേക്ക് അടുത്തതായിട്ട് എന്തൊക്കെയാണ് ചേർത്ത് കൊടുക്കേണ്ടത് നോക്കാം. ഇനി അടുത്തതായിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കറ്റാർവാഴയുടെ ജെല്ലാണ് കേട്ടോ. ഈ ഒരു റെസിപ്പിയിൽ ഏറ്റവും നല്ലത് ഫ്രഷ് ആയിട്ടുള്ള കറ്റാർവാഴയുടെ ജെല്ല് ചേർത്ത് കൊടുക്കുന്നതാണ്. ഇനി അതില്ലെങ്കിൽ നിങ്ങൾക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന റെഡിമെയ്ഡ് ആയിട്ടുള്ള കറ്റാർവാഴയുടെ ജെല്ല് ചേർത്ത് കൊടുത്താലും മതി. ഇപ്പം ഞാനിതിൻ്റെ ജെല്ല് എടുത്തിട്ട് അത് അരച്ചെടുത്തിട്ടാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം കറ്റാർവാഴയുടെ ജെല്ലിൽ എപ്പോഴും അതിൻ്റെ ഒരു മഞ്ഞ കറയുണ്ടാവും, അത് കളയാൻ ഏറ്റവും നല്ലത് നമ്മൾ ഈ ഒരു സിറം ഉണ്ടാക്കുന്നതിൻ്റെ തലേ ദിവസം തന്നെ ഈ ഒരു കറ്റാർവാഴയുടെ തണ്ട് പറിച്ചു വെക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഈ ഒരു മഞ്ഞക്കറ മുഴുവനായിട്ടും തന്നെ പോയി കിട്ടും. അപ്പോൾ ഞാനിതാ ഇവിടെ ജെല്ല് മാത്രമായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾ കറ്റാർവാഴ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു പച്ച ഭാഗം ഉണ്ടല്ലോ, അത് കളഞ്ഞിട്ട് ഉള്ളിലുള്ള ഈ ഒരു ജെല്ല് മാത്രം യൂസ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. ഇനി നിങ്ങൾക്ക് നല്ല സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നാണെങ്കിൽ ഈ ജെല്ല് നിങ്ങൾക്ക് വെള്ളത്തിലൊന്ന് കഴുകി എടുത്തിട്ട് യൂസ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഞാനിവിടെ കഴുകിയിട്ടില്ല, ഞാൻ തലേ ദിവസം പറിച്ച് വെച്ചതുകൊണ്ട് തന്നെ അതിൽ ആ ഒരു മഞ്ഞക്കറയൊക്കെ ഏതാണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു മുടി വളർച്ച നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും കറ്റാർവാഴ വെച്ചിട്ടുള്ള ഹെയർ പാക്കുകളോ അല്ലെങ്കിൽ കറ്റാർവാഴയുടെ ജെല്ല് മാത്രം മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയോ ചെയ്യണം. നമ്മുടെ മുടിയുടെ ഡ്രൈനെസ് മാറ്റാനും മുടി നീളം വയ്ക്കാനും മുടി കൊഴിച്ചിൽ കുറയ്ക്കാനും ഒക്കെ ഏറ്റവും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കറ്റാർവാഴയുടെ ജെല്ല്. അപ്പോൾ ഇനി ഇത് നന്നായിട്ട് അരച്ചെടുക്കാം. അരച്ചെടുത്തിട്ടുള്ള ആ ഒരു ഉള്ളിയുടെ നീരിലേക്കാണ് നമ്മളിപ്പോൾ ഈ ഒരു കറ്റാർവാഴയുടെ ജെല്ലും കൂടെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതും അരിച്ചെടുക്കുന്നുണ്ട്. നമ്മളൊരു സിറമായിട്ട് യൂസ് ചെയ്യുമ്പോൾ അതെപ്പോഴും നല്ലൊരു കൺസിസ്റ്റൻസിയിലായിരിക്കും. കറ്റാർവാഴ അരച്ചെടുത്താലും ചിലപ്പോൾ അരയാത്ത ഭാഗങ്ങളുണ്ടെങ്കിൽ അതങ്ങനെ ഉണ്ടാവും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ടാണ് നമ്മളിവിടെ അരിച്ചെടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് അരിച്ചെടുക്കുക.
പിന്നെ അലോവേരയിൽ അടങ്ങിയിട്ടുള്ള ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് വെയിൽ കൊണ്ടിട്ട് നമ്മുടെ മുടി ഡാമേജ് ആവും, UV റേസ് ഒക്കെ കൊണ്ട്. അങ്ങനെയുള്ള ഡാമേജ് ഇല്ലാതാക്കാനും നമ്മുടെ മുടിക്ക് കൂടുതൽ കരുത്തുണ്ടാകാനും സ്പ്ലിറ്റ് എൻഡ്സ് ഒക്കെ കുറയ്ക്കാനും ഒക്കെ സഹായിക്കുന്നതാണ്. ഇനി അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് 2 വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂളാണ്. ഇത് നമ്മുടെ മുടി നന്നായിട്ട് മോയ്സ്ചർ ചെയ്ത് വെക്കും. നിങ്ങൾക്ക് ഡ്രൈ ആയിട്ടുള്ള മുടിയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഡ്രൈനെസ് മാറ്റാനും മുടിക്ക് നല്ല കരുത്ത് കിട്ടാനും പിന്നെ മുടി കൊഴിച്ചിൽ കുറയ്ക്കാനും ഒക്കെ സഹായിക്കുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് ആൽമണ്ട് ഓയിൽ യൂസ് ചെയ്യണമെങ്കിൽ അതും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ആൽമണ്ട് ഓയിലോ അല്ലെങ്കിൽ ഒലീവ് ഓയിലോ വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂളോ ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പം ഞാൻ 2 വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂളാണിപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഈ ഒരു ഹെയർ സിറം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് നോക്കാം. അപ്പോൾ ഈ ഒരു ഹെയർ സിറം കുളിക്കുന്നതിൻ്റെ മുന്നേ ആയിട്ടാണ് ശരിക്കും യൂസ് ചെയ്യേണ്ടത്. സാധാരണ നമ്മൾ ഹെയർ സിറം ഒക്കെ അധികം ഉണങ്ങിയ മുടിയിൽ അല്ലെങ്കിൽ കുളി കഴിഞ്ഞതിന് ശേഷമായിരിക്കും യൂസ് ചെയ്യുന്നത്. ഇത് നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്തുകൊണ്ട് തന്നെ ഇത് വാഷ് ചെയ്യുന്നതാണ് കുറച്ചും കൂടെ നല്ലത്. അപ്പോൾ കുളിക്കുന്നതിൻ്റെ ഒക്കെ അരമണിക്കൂർ മുന്നേ ആയിട്ട് നിങ്ങളുടെ മുടിയൊക്കെ നന്നായിട്ട് ചീകി വൃത്തിയാക്കിയ ശേഷം നിങ്ങളുടെ സ്കാൽപ്പിലേക്ക് ഈ ഒരു ഹെയർ സിറം നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിന്നെ ഡ്രൈ ആയിട്ടുള്ള മുടിയുള്ളവരാണെങ്കിൽ അവർ മുടിയിലേക്കും കൂടെ തേച്ച് കൊടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ നിങ്ങൾക്ക് മുടി കൊഴിച്ചിലും നെറ്റികാറിലും ഒക്കെ കൂടുതലായിട്ടുള്ള ഭാഗത്ത് കുറച്ച് നന്നായിട്ട് തന്നെ നിങ്ങളിത് തേച്ച് പിടിപ്പിച്ചിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ഹെയർ സിറം യൂസ് ചെയ്യേണ്ടത്. പിന്നെ എത്ര വയസ്സ് മുതൽ യൂസ് ചെയ്യാമെന്ന് ചോദിച്ചാൽ ഒരു 10 വയസ്സിന് മുകളിലേക്കുള്ള എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഹെയർ സിറമാണ്. തണുപ്പ് പ്രശ്നമുള്ളവരാണെങ്കിൽ അരമണിക്കൂർ വെക്കേണ്ട, ഒരു 10-15 മിനിറ്റ് വെച്ചിട്ട് അത് കഴിഞ്ഞിട്ട് വാഷ് ചെയ്യാവുന്നതാണ്. പിന്നെ ഈ ഒരു ഹെയർ സിറം യൂസ് ചെയ്തിട്ട് നിങ്ങൾ വാഷ് ചെയ്യാനായിട്ട് ഷാമ്പു യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഷാമ്പു യൂസ് ചെയ്താൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ആ ഒരു റിസൾട്ട് കിട്ടിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് നാച്ചുറലായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾക്ക് മുടി കഴുകിക്കളയാം. പിന്നെ ഉള്ളിയുടെ സ്മെല്ല് പ്രശ്നമാണെങ്കിൽ ഇതിലേക്ക് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു എസൻഷ്യൽ ഓയിൽ ചേർത്ത് കൊടുക്കാം. മുടിക്ക് നല്ല സ്മെല്ല് കിട്ടാനായിട്ട്, അല്ലാതെ സ്മെല്ലുള്ള ഷാമ്പു ഒന്നും യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്യരുത്. അപ്പോൾ ഇങ്ങനെ നിങ്ങളുടെ മുടിയിലും സ്കാൽപ്പിലും ഒക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് അരമണിക്കൂറിന് ശേഷം വാഷ് ചെയ്ത് കളയുക. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ഹെയർ സിറം യൂസ് ചെയ്യേണ്ടത്. എല്ലാ ദിവസവും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഹെയർ സിറമാണ്. അപ്പോൾ മുടിക്ക് ഉള്ളിൽ കുറവുള്ളവർ എന്തായാലും കുറച്ച് നാൾ ഇതൊന്ന് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് നല്ല ചേഞ്ച് തന്നെ ഉണ്ടാവും. അതിപ്പോൾ പാരമ്പര്യമായിട്ട് മാത്രമല്ല മുടി വളർച്ച, നമ്മൾ എത്രത്തോളം കെയർ ചെയ്യുന്നുണ്ടോ അതിനനുസരിച്ച് നമുക്ക് റിസൾട്ട് ഉണ്ടാവും. ജന്മനാ മുടിക്ക് ഉള്ളു കുറഞ്ഞിട്ടുള്ളവരാണെങ്കിൽ കൂടെ നമുക്ക് കുറച്ചും കൂടെ ഒരു മാറ്റങ്ങളൊക്കെ വരുത്തിയെടുക്കാൻ പറ്റും ഈ ഒരു ഹെയർ സിറം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. നമുക്ക് മെയിനായിട്ടും ഉള്ളു കുറയുന്നത് മുടി വളരെ ചെറിയ കനം കുറഞ്ഞ മുടി ആയിരിക്കുമ്പോഴാണ് ഉള്ളു കുറവായിട്ട് കൂടുതലായിട്ട് തോന്നുന്നത്. അപ്പോൾ കുറച്ചും കൂടെ കരുത്തുള്ള മുടികൾ വളർന്നു വരാനും അങ്ങനെ നമ്മുടെ മുടിയുടെ ഉള്ളു കൂട്ടാനും ഒക്കെ ഈ ഒരു ഹെയർ സിറം സഹായിക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് ഒരു 30 വയസ്സൊക്കെ ആയിക്കഴിഞ്ഞാൽ എല്ലാവർക്കും ഉണ്ടാകുന്ന മെയിനായിട്ടുള്ള ഒരു പ്രശ്നമാണ് മുഖത്ത് പ്രായം കൂടുതൽ തോന്നിക്കുന്നു എന്നുള്ളത്. നമ്മുടെ ജീവിതശൈലിയിൽ വന്നിട്ടുള്ള മാറ്റങ്ങളാണ് ഇങ്ങനെ പ്രായം കൂടുതൽ തോന്നിക്കാനുള്ള മെയിനായിട്ടുള്ള കാരണം. അതിൽ തന്നെ ജങ്ക് ഫുഡും പ്രോസസ്ഡ് ഫുഡും കഴിക്കുന്നതും അതുപോലെ തന്നെ നമ്മൾ മധുരം കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതൊക്കെ ഇതിന് മെയിനായിട്ടുള്ള കാരണങ്ങളാണ്. പ്രായത്തേക്കാൾ കൂടുതൽ തോന്നുന്ന ഒരവസ്ഥയിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെന്നുണ്ടെങ്കിൽ ഇത് ഓവർകം ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഒരു നല്ല സ്കിൻ കെയർ റുട്ടീൻ ഫോളോ ചെയ്യാന്നുള്ളതാണ്. അതിൽ നമുക്ക് ഏറ്റവും റിസൾട്ട് കിട്ടുന്നതും ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ളതുമായ വഴിയാണ് ഓയിൽ മസാജ് ചെയ്യാന്നുള്ളത്. ബാക്കി എന്തിനപേക്ഷിച്ചും ആൻറ്റി ഏജിങ്ങിനൊക്കെ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ളതും പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നതൊക്കെ ഓയിൽ മസാജ് ചെയ്യുന്നതാണ്.
സ്കിന്നിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ടാണ് ദിയൂസിൻ്റെ സ്കിൻ ബ്രൈറ്റനിങ് ഓയിൽ തയ്യാറാക്കുന്നത്. ചർമ്മത്തിലെ ചുളിവുകളും പാടുകളും ഒക്കെ ഇല്ലാതാക്കാനും നമ്മുടെ തിളക്കം വർദ്ധിപ്പിക്കാനും കരിവാളിപ്പ് മാറിയിട്ട് നിറം വയ്ക്കാനൊക്കെ സഹായിക്കുന്ന ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങൾക്കും ഇതുപോലെ പ്രായക്കൂടുതൽ മുഖത്ത് തോന്നിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പ്രോഡക്റ്റാണിത്. നമ്മുടെ ആൻറ്റി ഏജിങ്ങിനൊക്കെ നന്നായിട്ട് എഫക്റ്റീവ് ആവുന്നതാണ്. അപ്പോൾ ഇത് വാങ്ങി യൂസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അങ്ങനെ അയച്ചു തരുന്നതാണ്. പിന്നെ നമ്മളിത് കൊറിയർ ആയിട്ടാണ് അയച്ചു കൊടുക്കുന്നത്. പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അഡ്രസ്സിലേക്ക് കൊറിയർ ആയിട്ട് അയച്ചു തരും.